ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 28ാമത്തെ അധ്യായം, അതിലെ 8ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ 8-വിംശോऽധ്യായः. നാരദ ഉവാച സൈനികാഭയനാംനോ യേ ബർഹിഷ്മന്ദിഷ്ടകാരിണഃ പ്രജ്വാരകാലകന്യാഭ്യാം വിചേരുരവനീമിമാം. സ ഏകദാ ദുരഭസാ പുരഞ്ജനപുരീം നൃപാ രുരുധുർഭൗമഭോഗാഢ്യാം ജരൽപന്നഗപാലിതാം. കാലകന്യാപി ബുഭുജേ പുരഞ്ജനപുരം ബലാത് യയാഭിഭൂതപുരുഷഃ സദ്യോ നിസ്സാരതാം യാത്. തയോപഭുജ്യമാനാം വൈ യവനാഃ സർവതോ ദിശം ദ്വാർഭിപ്രവിശ്യ സുദൃഢം പ്രാർത്ഥയൻ സകലാം പുരീം. തസ്യാം പ്രപീഡ്യമാനായാം അഭിമാനീ പുരഞ്ജനഃ അവാവോരുവിധാം സ്ഥാപാൻ കുടുംബീ മമതാകുലഃ. കന്യോപഗൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവയവനൈർബലാത്. വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാനനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ ജായാം ജഗദസൗഹൃദം. അടുത്തത് ആണ് 9ാമത്തെ ശ്ലോകം. കാമാനഭിലഷൻ ദീനോ യാതയാമാംശ്ച കന്യയാ. 9ഉം 10ഉം ശ്ലോകങ്ങൾ ചേർത്തിട്ടാണ്. കാമാനഭിലഷൻ ദീനോ യാതയാമാംശ്ച കന്യയാ വിഗതാത്മഗതി സ്നേഹ പുത്രധാരാംശ്ച ലാലയൻ. എന്നുകൂടി ചെല്ലാം. കാമാനഭിലഷൻ ദീനോ യാതയാമാംശ്ച കന്യയാ വിഗതാത്മഗതി സ്നേഹ പുത്രധാരാംശ്ച ലാളയൻ. ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർശിതാം ഹാതും പ്രചക്രമേ രാജാ താം പുരീം അനികാമതഃ. പുരീമനികാമതഃ. ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദിതാം ഹാതും പ്രചക്രമേ രാജാ താം പുരീമനികാമതഃ. അപ്പോൾ ദീനനായിരിക്കുന്ന ആ രാജാവ് കാലകന്യകയാൽ ആ ഓജസ് നശിക്കപ്പെട്ട ആ കാമങ്ങളെ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചും സന്താനങ്ങൾ ഭാര്യ ഇവരെ താലോലിച്ചുകൊണ്ടും ഇഹത്തിലും പരത്തിലും ഒന്നും ലഭിക്കാനില്ലാത്തവനായിട്ടും ഗന്ധർവന്മാരും യവനന്മാരാലും ആക്രമിക്കപ്പെട്ടതും കാലകന്യകയാൽ മർദ്ദിക്കപ്പെട്ടതുമായിരിക്കുന്ന ആ പുരിയെ വൈമനസ്യത്തോടെ വിട്ടുപിരിയുവാൻ തുടങ്ങി. ആ പുരിയെ വിട്ടുപിരിയാനായിട്ട് തുടങ്ങി എന്നർത്ഥം. അദ്ദേഹത്തിന് അന്ത്യകാലം അടുത്തു എന്നർത്ഥം. അപ്പോൾ കാമാനഭിലഷൻ, കാമങ്ങളെ അഭിലഷിക്കുന്ന ദീനനായിരിക്കുന്ന ദീനോ യാതയാമാംശ്ച കന്യയാ. ആ കന്യയാൽ, ആ കാലകന്യയാൽ ഓജസ്സൊക്കെ നശിക്കപ്പെട്ട വിഗതാത്മഗതി സ്നേഹ. ആ ഇഹത്തിലും പരത്തിലും ഒന്നും ലഭിക്കാൻ ഇല്ലാത്തവനായി, ഇഹത്തിലും പരത്തിലും ഒന്നും ഗതി ഇല്ലാത്തവനായി ഗതിസ്നേഹ പുത്രധാരാംശ്ച ലാളയൻ. അങ്ങനെ ആ കാമങ്ങളെ അഭിലഷിച്ചും ആഗ്രഹിച്ചും സന്താനങ്ങൾ ഭാര്യ ഇവരെയൊക്കെ താലോലിച്ചും കൊണ്ടും ആ ഗന്ധർവയവനാക്രാന്തം, ഗന്ധർവന്മാരാലും യവനന്മാരാലും ആക്രമിക്കപ്പെട്ടതും അതുപോലെ കാലകന്യകയാൽ മർദ്ദിക്കപ്പെട്ടതുമായിരിക്കുന്ന ആ പഞ്ചാലപുരിയെ അനികാമതഃ, ആ വൈമനസ്യത്തോടു കൂടിയിട്ട് വിട്ടുപിരിയുവാൻ ആ പുരഞ്ജനൻ തുടങ്ങി. ഇതിലത്തെ വാക്കുകൾ നോക്കാം. ദീനഃ, ദീനനായിരിക്കുന്ന രാജാവ്. കന്യയ, കാലകന്യകയാൽ. യാതയാമാൻ എന്ന് പറഞ്ഞാൽ ഓജസ് നശിപ്പിക്കപ്പെട്ട കാമാൻ, കാമങ്ങളെ അഭിലഷൻ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചും പുത്രധാരാൻ സന്താനങ്ങൾ ഭാര്യ ഇവയെ ലാളയഞ്ച താലോലിച്ചുകൊണ്ടും വിഗതാത്മഗതി സ്നേഹ ഇഹത്തിലും പരത്തിലും ഒന്നും
ലഭിക്കാനില്ലാത്തവനായും ഗന്ധർവ യവനാക്രാന്തം ഗന്ധർവന്മാരാലും യവനന്മാരാലും ആക്രമിക്കപ്പെട്ടതും കാലകന്യോപമർദ്ദിതാം കാലകന്യകയാൽ മർദ്ദിക്കപ്പെട്ടതും ആയിരിക്കുന്ന താം പുരീം ആ പുരിയെ അനികാമതഃ വൈമനസ്യത്തോടെ ഹാതും വിട്ടുപിരിയുവാൻ പ്രചക്രമേ തുടങ്ങി. എന്നും കൂടി പറയാം. ദീനഃ ദീനനായിരിക്കുന്ന രാജാവ് കന്യയ കാലകന്യകയാൽ യാതയാമാൻ ഓജസ് നശിപ്പിക്കപ്പെട്ട കാമങ്ങളെ അഭിലഷൻ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചും പുത്രധാരാൻ സന്താനങ്ങൾ ഭാര്യ ഇവരെ ലാളയൻ താലോലിച്ചുകൊണ്ടും താലോലിച്ചുകൊണ്ടും വിഗതാത്മഗതി സ്നേഹ ഇഹത്തിലും പരത്തിലും ഒന്നും ലഭിക്കാനില്ലാത്തവനായും ഗന്ധർവയവനാക്രാന്താം ഗന്ധർവന്മാരാലും യവനന്മാരാലും ആക്രമിക്കപ്പെട്ടതും കാലകന്യോപമർദ്ദിതാം കാലകന്യകയാൽ മർദ്ദിക്കപ്പെട്ടതുമായിരിക്കുന്ന താം പുരീം ആ പുരിയെ അനികാമതഃ വൈമനസ്യത്തോടു കൂടിയിട്ട് ഹാതും വിട്ടുപിരിയാൻ പ്രചക്രമേ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ അന്വയം വന്നിട്ട് ദീനഃ രാജാ കന്യയാ യാതയാമാൻ കാമാൻ അഭിലഷൻ പുത്രധാരാൻ ലാളയൻ വിഗതാത്മഗതി സ്നേഹ ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദ്ദിതാം താം പുരീം അനികാമതഃ ഹാതും പ്രചക്രമേ. ഒന്നും കൂടി പറയാം. ദീനഃ രാജാ കന്യയാ യാതയാമാൻ കാമാൻ അഭിലഷൻ പുത്രധാരാൻ ലാളയൻ ച വിഗതാത്മഗതി സ്നേഹ ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദ്ദിതാം താം പുരീം അനികാമതഃ ഹാതും പ്രചക്രമേ. ദീനനായിരിക്കുന്ന ആ രാജാവ് കാലകന്യകയാൽ ഓജസ് നശിപ്പിക്കപ്പെട്ട കാമങ്ങളെ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചും കൊണ്ട് സന്താനങ്ങൾ ഭാര്യ ഇവരെ താലോലിച്ചുകൊണ്ടും ആ ഇഹത്തിലും പരത്തിലും ഒന്നും ലഭിക്കാൻ ഇല്ലാത്തവനായിട്ടും ഗന്ധർവന്മാരാലും യവനന്മാരാലും ആക്രമിക്കപ്പെട്ടതും കാലകന്യകയാൽ മർദ്ദിക്കപ്പെട്ടതുമായിരിക്കുന്ന ആ പുരിയെ വൈമനസ്യത്തോടുകൂടി വിട്ടുപിരിയാൻ തുടങ്ങി. കാലകന്യക തന്നെ ബാധിച്ച് അവശനാക്കുക ഹേതുവായിട്ട് തൻ്റെ ആ ഓജസ്സെല്ലാം നശിച്ചു. ആ പുരഞ്ജനൻ്റെ കാമോപഭോഗശേഷി നശിച്ചിട്ടും നിസ്സാരങ്ങളായ കാമങ്ങളെ ആഗ്രഹിക്കുന്നവനായി തീർന്നു. തനിക്ക് സദ്ഗതി നഷ്ടപ്പെട്ടു. പുത്രപൗത്രാദികളുടെയും പത്നിയുടെയും സ്നേഹവും ഇല്ലാതെയായി. എങ്കിലും അവരെ തന്നെ ലാളിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. സൈന്യസമേതരായിരിക്കുന്ന ഗന്ധർവൻ യവനൻ എന്നിവരാൽ ആക്രമിക്കപ്പെട്ടതും കാലകന്യകയാൽ മർദ്ദിക്കപ്പെട്ടതും ഇപ്രകാരം ഒന്നിനും കൊള്ളാത്തതായിത്തീർന്നതുമായിരിക്കുന്ന പുരിയെ വളരെ വൈമനസ്യത്തോടെ വിട്ടൊഴിഞ്ഞു പോകുവാൻ അദ്ദേഹം നിർബന്ധിതനായി. അപ്പോൾ ആ കാലകന്യയാൽ അതിതുച്ഛങ്ങളായി തീർന്നവയെങ്കിലും കാമങ്ങൾ ആഗ്രഹിച്ച് ദീനനും പരലോകവും പുത്രാദി സ്നേഹവും നഷ്ടപ്പെട്ട് എന്നാലും അവരെ തന്നെ ലാളിച്ച് ആ പുരഞ്ജനൻ ഗന്ധർവയവനന്മാരാൽ ആക്രമിക്കപ്പെട്ടതും കാലകന്യയാൽ മർദ്ദിതവുമായിരിക്കുന്ന ആ പുരം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗത്യന്തരമില്ലാതെ അവിടം വിട്ടുപോകാൻ ആഗ്രഹിച്ചു. ആ കാലകന്യകയുടെ സ്പർശനം ശരീരത്തിനുണ്ടായത് മുഴുവൻ മുതൽ ശോഭ കുറഞ്ഞു തുടങ്ങി. വിഷയങ്ങളിൽ മനസ്സ് പതിഞ്ഞതിനാൽ അവയെ ഏതു വിധത്തിലാണ് നിലനിർത്തേണ്ടതെന്നുള്ള ചിന്ത നിമിത്തം ദീനനായി തീർന്നു. വിചാരശക്തി കുറഞ്ഞു. ഗന്ധർവ സൈന്യങ്ങളും യവനന്മാരും ബലാത്കാരേണ ഐശ്വര്യങ്ങളെ അപഹരിച്ചു. സ്വരാജധാനി പൊളിഞ്ഞു വീണു തുടങ്ങി. പുത്രന്മാർ തന്നെ വിരോധികളും ആദരവില്ലാത്തവരുമായി തീർന്നിരിക്കുന്നു. പുത്രന്മാരും ഭൃത്യന്മാരും മന്ത്രികളും അരികത്ത് വരുന്നത് തന്നെയില്ല. ഭാര്യയ്ക്കും തന്നെ സ്നേഹമില്ലെന്ന് കണ്ടു തുടങ്ങി. കാലപുത്രിയുടെ പിടുത്തത്തിൽ നിന്ന് താനും അകപ്പെട്ടിരിക്കുന്നു. പാഞ്ചാല രാജ്യങ്ങളെ ശത്രുക്കൾ ദുഷിപ്പിച്ചു കഴിഞ്ഞു. ഈ അവസ്ഥകളെല്ലാം കണ്ടിട്ട് അവസാനം കാണാത്തതായ ആ പരിതാപത്തിലകപ്പെട്ട ആ പുരഞ്ജനൻ
ഇതിനൊരു പ്രതിക്രിയ കാണാതെ നന്നേ വ്യസനിച്ചു. ജരബാധിച്ചതിനാൽ വിരസങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ തന്നെ പിന്നെയും ആഗ്രഹിക്കുകയും അനുഭവിപ്പാൻ സാധിക്കാത്തതും അതുകൊണ്ട് വ്യസനിക്കുകയും ഇഹത്തിലും പരത്തിലും സുഖത്തിനുള്ള മാർഗങ്ങളില്ലാത്തതായതിനാൽ പുത്രഭാര്യാദികൾക്ക് തന്നിൽ സ്നേഹമില്ലാതെയായാലും അവരെ ലാളിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രാജാവിന് ഗന്ധർവന്മാരും യവനന്മാരും ആക്രമിച്ചതുകൊണ്ടും ആ കാലപുത്രി ഉള്ളിൽ കടന്ന് തകരാറ് ചെയ്തതുകൊണ്ടും ഉപയോഗിപ്പാൻ കൊള്ളരുതാത്ത നിലയിൽ എത്തിയിരിക്കുന്നുവെങ്കിലും ആ രാജധാനിയെ ഉപേക്ഷിപ്പാൻ മനസ്സ് വരുന്നില്ല. എന്നാലും ഉപേക്ഷിക്കാതിരിപ്പാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിട്ടുപോവാനും ഒരുക്കം തുടങ്ങി എന്നുള്ളതാണ് ഈ രണ്ട് ശ്ലോകങ്ങളുടെയും കൂടിയുള്ള ആ അർത്ഥം വരുന്നത്. 9-10 ശ്ലോകങ്ങൾ. കാമാൻ അഭിലഷൻ ദീനോ യാതയാമാംശ്ച കന്യയാ വിഗതാത്മഗതി സ്നേഹ പുത്രധാരാംശ്ച ലാളയൻ ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദിതാം ഹാതും പ്രചക്രമേ രാജ താം പുരീമനികാമതഃ. അടുത്ത ശ്ലോകം. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തതഃ അപ്പോൾ പുരഞ്ജനൻ നിസ്സാരാൻ കാമാൻ പുത്രാദീൻ ലാളയൻ നിസ്സാരങ്ങളായിരിക്കുന്ന കാമങ്ങളെയും പുത്രന്മാരെയും ലാളിച്ചുകൊണ്ട് ഗന്ധർവയവനേർ വേഷ്ടിതാം ആ ഗന്ധർവയവനന്മാരാൽ ആക്രമിക്കപ്പെട്ട അതുപോലെ കാലകന്യോപമർദിതാം കാലകന്യകയാൽ മർദ്ദിക്കപ്പെട്ട ആ പുരിയെ തെക്തുമുപചക്രമേ ത്യജിക്കാനായിട്ട് ആരംഭിച്ചു അർത്ഥം. അപ്പോൾ തതഃ പുരഞ്ജനോ നിസ്സാരാൻ അപ്പോൾ ആ പുരഞ്ജനൻ ആ നിസ്സാരമായിരിക്കുന്ന കാമങ്ങളെ ആഗ്രഹങ്ങളെയും പുത്രാദീൻ ലാളയൻ പുത്രാദികളെ ലാളിച്ചും കാമങ്ങളെ മോഹിച്ചും പുത്രാദികളെ ലാളിച്ചും ഗന്ധർവയവനേർ വേഷ്ടിതാം ഗന്ധർവയവനന്മാരാൽ ആക്രമിക്കപ്പെട്ട അതും കാലകന്യോപമർദിതാം കാലകന്യകയാൽ പീഡിപ്പിക്കപ്പെട്ടവളും ആയിരിക്കുന്ന പുരിയും ആ പഞ്ചാലപുരിയെ തെക്തുമുപചക്രമേ അതിനെ ത്യജിക്കാനായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനം വന്നിരിക്കുന്നത്. ആ വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കാം. തതഃ പുരഞ്ജനോ നിസ്സാരാൻ കാമാൻ പുത്രാദീൻ ലാളയൻ ഗന്ധർവയവനേർ വേഷ്ടിതാം കാലകന്യോപമർദിതാം പുരീം തെക്തുമുപചക്രമേ. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 11-ാമത്തെ ശ്ലോകം. ഭയനാംനോഗ്രജോ ഭ്രാതാ പ്രജ്വാരപ്രത്യുപസ്ഥിത ദദാഹ താം പുരീം കൃത്സ്നാം ഭ്രാതു പ്രിയചികീർഷയാ. ഭയനാംനോഗ്രതോ ഭ്രാതാ പ്രജ്വാരഃ പ്രത്യുപസ്ഥിതഃ ദദാഹ താം പുരീം കൃത്സ്നാം ഭ്രാതു പ്രിയചികീർഷയാ. ഭയൻ എന്നവൻ്റെ ആ അഗ്രജൻ ജ്യേഷ്ഠനായിരിക്കുന്ന ആ പ്രജ്വാരൻ തൻ്റെ ആ അനുജന് പ്രിയം ചെയ്യുവാനുള്ള വെമ്പലോടെ വന്നിട്ട് ആ പുരിയെ മുഴുവൻ ചുട്ടരിച്ചു. ദദാഹ ചുട്ടരിച്ചു എന്നർത്ഥം. ഭയനാംനോഗ്രജോ ഭയൻ എന്നു പേരുള്ള ആ സഹോദരൻ്റെ അഗ്രജൻ മൂത്തവൻ ആയിരിക്കുന്ന ഭ്രാതാവായിരിക്കുന്ന പ്രജ്വാരൻ ആ പ്രജ്വാരൻ പ്രത്യുപസ്ഥിത വന്നിട്ട് രണ്ടാമത് വന്നിട്ട് ദദാഹ ദഹിപ്പിച്ചു താം പുരി ആ പുരിയെ ദഹിപ്പിച്ചു. കൃത്സ്നാം പുരിയെ മുഴുവൻ ദഹിപ്പിച്ചു. ഭ്രാതുഹു പ്രിയ ചികിത്സയ ആ ഭ്രാതാവിന് അതെൻ്റെ അനുജന് പ്രിയത്തെ ചെയ്യുവാനുള്ള വെമ്പലോടെ ആ പുരിയെ ദഹിപ്പിച്ചു. ഭയനാംനോഗ്രജോ ഭ്രാതാ പ്രജ്വാര പ്രത്യുപസ്ഥിത ദദാഹ താം പുരീം കൃത്സ്നാം ഭ്രാതുഹു പ്രിയ ചികിത്സയ. അപ്പോഴത്തെ പദങ്ങൾ ഭയനാംന ഭയൻ എന്നവൻ്റെ അഗ്രജ ഭ്രാത ജ്യേഷ്ഠനായിരിക്കുന്ന പ്രജ്വാരൻ എന്നവൻ ഭ്രാതുഹു തൻ്റെ അനുജന് പ്രിയ ചികിത്സയ പ്രിയം ചെയ്യുവാനുള്ള വെമ്പലോടെ
പ്രത്യുപസ്ഥിത വന്നിട്ട് താം പുരീം ആ പുരിയെ കൃഷ്ണാം മുഴുവൻ ദദാഹ ചുട്ടരിച്ചു. ഒന്നുകൂടി പറയാം. ഭയനാംനഹ ഭയൻ എന്നവൻ്റെ അഗ്രജ ഭ്രാത ജ്യേഷ്ഠനായിരിക്കുന്ന പ്രജ്വാരഹ പ്രജ്വാരൻ എന്നവൻ ഭ്രാതുഹു തൻ്റെ അനുജന് പ്രിയചികീർഷയാ പ്രിയം ചെയ്യുവാനുള്ള വെമ്പലോടെ പ്രത്യുപസ്ഥിത വന്നിട്ട് താം പുരീം ആ പുരിയെ കൃഷ്ണാം മുഴുവൻ ദദാഹ ചുട്ടരിച്ചു. അതിലത്തെ അന്വയം വന്നിട്ട് ഭയനാംനഹ അഗ്രജ ഭ്രാത പ്രജ്വാരഹ ഭ്രാതുഹു പ്രിയചികീർഷയാ പ്രത്യുപസ്ഥിത താം പുരീം കൃഷ്ണാം ദദാഹ. കൂടി പറയാം. ഭയനാംനഹ അഗ്രജ ഭ്രാത പ്രജ്വാരഹ ഭ്രാതുഹു പ്രിയചികീർഷയാ പ്രത്യുപസ്ഥിത താം പുരീം കൃഷ്ണാം ദദാഹ. ഭയൻ എന്നവൻ്റെ ആ ജ്യേഷ്ഠനായിരിക്കുന്ന പ്രജ്വാരൻ എന്നവൻ തൻ്റെ അനുജന് പ്രിയം ചെയ്യുവാനുള്ള വെമ്പലോടെ വന്നിട്ട് ആ പുരിയെ മുഴുവൻ ചുട്ടരിച്ചു. ഭയൻ എന്നവൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ആ പ്രജ്വാരൻ എന്നവൻ തൻ്റെ അനുജന് പ്രിയത്തെ ചെയ്യുവാനുള്ള വെമ്പലോടെ വന്നിട്ട് ആ പുരിയെ മുഴുവൻ ചുട്ടരിച്ചു. ഭയനെന്ന യവനൻ്റെ ജ്യേഷ്ഠനായ പ്രജ്വാരൻ സമീപത്തെത്തി ഭ്രാതാവിൻ്റെ ഇച്ഛാനുസരണം ആ പുരിയെ ആകമാനം ചുട്ടരിച്ചു. ഭയത്തിൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന പ്രജ്വാരൻ അപ്പോൾ അവിടെ എത്തി. അവൻ സഹോദരൻ്റെ ഇഷ്ടമനുസരിച്ച് ആ പുരമാകെ ദഹിപ്പിച്ചു. എല്ലാ വിധത്തിലും ആയാലും ശരീരം വിട്ടുപോവാൻ ജീവന് സമ്മതം ആകുന്നില്ല. എങ്കിലും മരണോന്മുഖനായി ആകാതിരിപ്പാൻ നിവൃത്തി ഇല്ലെന്നാണ് ഇതിൻ്റെ മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങളെ കൊണ്ട് ദ്യോതിപ്പിക്കുന്നത്. എല്ലാ വിധത്തിലും കൊള്ളരുതാതെ ആയാലും ശരീരം വിട്ടുപോകാൻ ജീവന് സമ്മതമാകുന്നില്ല. എങ്കിലും മരണോന്മുഖനായാതിരിപ്പാൻ നിവൃത്തിയില്ലെന്ന് വർണ്ണിച്ചു. ആ മൃത്യുവിൻ്റെ ജ്യേഷ്ഠഭ്രാതാവായിരിക്കുന്ന പ്രജ്വാരൻ വന്ന് ചേർന്നു. അപ്പോൾ ആ മൃത്യുവിൻ്റെ ജ്യേഷ്ഠഭ്രാതാവായിരിക്കുന്ന പ്രജ്വാരൻ വന്ന് ജ്യേഷ്ഠനായ മൃത്യുവിൻ്റെ ഇഷ്ടം പുരിയെ നശിപ്പിക്കണം എന്നതാകയാൽ അതിൽ സഹായിപ്പാനൊരുങ്ങി ആ പുരിയെ മുഴുവനും ദഹിപ്പിച്ചു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തദാ പ്രജ്വാരോ ഭയനാംനോ ഭ്രാതുഹു. അപ്പോൾ ആ പ്രജ്വാരൻ എന്ന ഭയൻ്റെ ഭ്രാതാവ് പ്രിയചികീർഷയാ അദ്ദേഹത്തിൻ്റെ പ്രിയത്തെ ചെയ്യുവാനായിട്ട് താം പുരീം ആ പുരിയെ ദഹിപ്പിച്ചു. തദാ അപ്പോൾ പ്രജ്വാരോ ഭയനാംനോ പ്രജ്വാരൻ എന്ന ഭയനാംനോ ഭ്രാതുഹു ഭയനാമം ധരിച്ചിരിക്കുന്ന ഭ്രാതാവിൻ്റെ പ്രിയചികീർഷയാ പ്രിയത്തിന് വേണ്ടിയിട്ട് താം പുരീം ആ പുരിയെ ദദാഹ ദഹിപ്പിച്ചു. തദാ പ്രജ്വാരോ ഭയനാംനോ ഭ്രാതുഹു പ്രിയചികീർഷയാ താം പുരീം ദദാഹ. ദദാഹ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അടുത്തത് നോക്കാം നമുക്ക്. 12-ാമത്തെ തസ്യാം സന്ദഹ്യമാനായാം സപൗരഃ സപരിച്ഛദഃ കുടുംബികഃ കുടുംബിന്യാ ഉപാദപ്യത സാന്വയഃ. തസ്യാം സന്ദഹ്യമാനായാം സപൗരഃ സപരിച്ഛദഃ കൗടുംബികഃ കുടുംബിന്യാ ഉപാദപ്യത സാന്വയഃ. അപ്പോൾ അവിടം ആ അഗ്നിക്കിരയാകവേ സന്ദഹ്യമാനായാം ദഹിച്ചപ്പോൾ അവിടം ദഹിച്ചപ്പോൾ അർത്ഥം. സപൗരം ആ പൗരന്മാരോടും സപരിച്ഛദ ഭൃത്യാമാതൃക ആദികളോടും അതുപോലെ സ്വന്തക്കാരോടും കൂടിയിട്ട് സാന്വയം കുടുംബിക കുടുംബനാഥൻ ആ ഗൃഹനായികയോടൊപ്പം വ്യസനാക്രാന്തനായി തീർന്നു. ഉപാതപ്യത വ്യസനാക്രാന്തനായിട്ട് തീർന്നു. തസ്യാം അവിടം സന്ദഹ്യമാനായാം അഗ്നിക്കിരയാകവേ അവിടം ദഹിച്ചപ്പോൾ സപൗരഃ പൗരന്മാരോടും സപരിച്ഛദ ഭൃത്യാമാത്യാദികളോടും സാന്വയഃ സ്വന്തക്കാരോടും കൂടിയ കൗടുംബിക കുടുംബനാഥൻ കുടുംബിന്യ ഗൃഹനായികയോടൊപ്പം ഉപാതപ്യത വ്യസനാക്രാന്തനായിട്ട് തീർന്നു അർത്ഥം. അപ്പോൾ ഇതിൽ തന്വയം വന്നിട്ട് തസ്യാം സന്ദഹ്യമാനായാം സപൗരഃ പരിച്ഛദ സാന്വയഃ കുടുംബിക കുടുംബിന്യ ഉപാതപ്യത. തസ്യാം
സന്ദഹ്യമാനായാം സപൗരഃ സപരിച്ഛദഃ സാന്വയഃ കൗടുംബികഃ കുടുംബിന്യാ ഉപാതപ്യത. അവിടം അഗ്നിക്കിരയാകവേ പൗരന്മാരോടും ഭൃത്യാമാത്യാദികളോടും സ്വന്തക്കാരോടും കൂടിയിരിക്കുന്ന കുടുംബനാഥൻ ഗൃഹനായികയോടൊപ്പം വ്യസനാക്രാന്തനായി തീർന്നു അർത്ഥം. അപ്പോൾ ആ കുടുംബഭാരം ഉള്ളവനായിട്ടുള്ള പുരഞ്ജനൻ പൗരജനങ്ങളോടും മറ്റു പരിവാരങ്ങളോടും പത്നിയോടും കൂടെ തപിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പുരം ദഹിച്ചു തുടങ്ങിയപ്പോൾ കുടുംബാഭിമാനിയായിരിക്കുന്ന അയാൾ പൗരന്മാർ, ഭൃത്യന്മാർ, പുത്രന്മാർ, പത്നി ഇവരോടൊപ്പം ഏറെ ദുഃഖം അനുഭവിച്ചു. അപ്പോൾ മരണം അടുക്കുമ്പോൾ ജ്വരം ശരീരത്തെ തപിപ്പിച്ച് സന്ധിബന്ധത്തെ ശിഥിലമാക്കുവാൻ തുടങ്ങുന്നതിനെ കാണിച്ചതാകുന്നു. മരണമെടുക്കുമ്പോൾ ജ്വരം ശരീരത്തെ തപിപ്പിച്ച് സന്ധിബന്ധത്തെ ശിഥിലമാക്കുവാൻ തുടങ്ങുന്നതായിട്ട് കാണിച്ചതാണ്. ആ മൃത്യുവിൻ്റെ ജ്യേഷ്ഠഭ്രാതാവായിരിക്കുന്ന പ്രജ്വാരൻ വന്നു ചേർന്നിട്ട് ആ മൃത്യുവിൻ്റെ ഇഷ്ടം പുരിയെ നശിപ്പിക്കണമെന്നാകയാൽ അതിനെ സഹായിപ്പാനൊരുങ്ങി ആ പുരിയെ മുഴുവനും ദഹിപ്പിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ ആ രാജധാനി ദഹിപ്പിക്കുന്ന അവസരത്തിൽ ആ പട്ടണത്തിലുള്ള ജനങ്ങളോടും സ്വന്തം ഭൃത്യവർഗങ്ങളോടും വംശത്തോടും പുത്രന്മാരോടും ഭാര്യയോടും കൂടെ ആ കുടുംബാഭിമാനിയായിരിക്കുന്ന പുരഞ്ജനൻ പരിതപിച്ചു. ഇതിലത്തെ ആ വ്യാഖ്യാനം പുര്യാം ദഹ്യമാനായാം, ആ പുരി ദഹിച്ചപ്പോൾ സപൗരഃ അവിടെ ഉണ്ടായിരുന്ന പൗരന്മാരും പുത്രാദിസഹിത പുത്രന്മാർ തുടങ്ങിയവർ സഹിതം പുരഞ്ജനൻ ദുഃഖത്തെ പ്രാപിച്ചു. അപ്പോൾ പുര്യാം ദഹ്യമാനായാം, ആ പുരി ദഹിച്ച സമയത്ത് പുര്യാം ദഹ്യമാനായാം സപൗരഃ അവിടെയുള്ള പൗരന്മാരും പുത്രാദിസഹിത പുത്രന്മാരും സഹിതം പുരഞ്ജനോ ആ പുരഞ്ജനൻ ദുഃഖം പ്രാപ. പുര്യാം ദഹ്യമാനായാം സപൗര പുത്രാദിസഹിത പുരഞ്ജനോ ദുഃഖം പ്രാപ. പുരഞ്ജനൻ അങ്ങനെ ദുഃഖത്തെ പ്രാപിച്ചു. അപ്പോൾ അടുത്ത ശ്ലോകം യവനോപരുദ്ധായതനോ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാര സംസൃഷ്ടഃ പുരപാലോന്വതപ്യത. യവനോപരുദ്ധായതനോ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാര സംസൃഷ്ടഃ പുരപാലോന്വതപ്യത. അങ്ങനെ ആ യവനന്മാരാൽ ആ കൈയടക്കപ്പെട്ട ആ വാസസ്ഥാനത്തോടുകൂടിയവനും അതുപോലെ പ്രജ്വാരനാൽ ആക്രമിക്കപ്പെട്ടവനുമായിരിക്കുന്ന ആ പുരസംരക്ഷകൻ ആ പുരി ആ കാലകന്യകയാൽ വിഴുങ്ങപ്പെട്ടപ്പോൾ സന്താപം പൂണ്ടു. ഒന്നും കൂടി അതിനെ വിസ്തരിച്ച് പറയുന്നു എന്നർത്ഥം. യവനോപരുദ്ധായ യവനന്മാരാൽ കൈയടപ്പെട്ട യവനന്മാരാൽ കൈയടക്കപ്പെട്ട വാസസ്ഥാനത്തോടു കൂടിയവനും പ്രജ്വാര സംസൃഷ്ട പ്രജ്വാരനാൽ ആക്രമിക്കപ്പെട്ടവനും ആയിരിക്കുന്ന പുരപാലക ആ പുരസംരക്ഷകൻ പുര്യാം പുരി കാലകന്യയാ ആ കാലകന്യകയാൽ ഗ്രസ്തായാം വിഴുങ്ങപ്പെട്ടപ്പോൾ അന്വതപ്യത സന്താപം പൂണ്ടു. എന്നും കൂടി പറയാം. യവനോപരുദ്ധായതനഃ യവനന്മാരാൽ കൈയടക്കപ്പെട്ട വാസസ്ഥാനത്തോടു കൂടിയവനും പ്രജ്വാര സംസൃഷ്ട പ്രജ്വാരനാൽ ആക്രമിക്കപ്പെട്ടവനും ആയ പുരപാലക ആ പുരസംരക്ഷകൻ പുര്യാം പുരി ആ കാലകന്യകയാൽ ഗ്രസ്തായാം വിഴുങ്ങപ്പെട്ടപ്പോൾ അന്വതപ്യത സന്താപം പൂണ്ടു. അപ്പോൾ അതിൽ തന്മയം യവനോപരുദ്ധായതനഃ പ്രജ്വാര സംസൃഷ്ട പുരപാലക പുര്യാം കാലകന്യയാ ഗ്രസ്തായാം അന്വതപ്യത. എന്നുകൂടി പറയാം. യവനോപരുദ്ധായതനഃ പ്രജ്വാര സംസൃഷ്ട പുരപാലക പുര്യാം കാലകന്യായാ ഗ്രസ്തായാം അന്വതപ്യത. ആ യവനന്മാരാൽ കൈയടക്കപ്പെട്ട വാസസ്ഥാനത്തോടു കൂടിയവനും പ്രജ്വാരനാൽ ആക്രമിക്കപ്പെട്ടവനുമായിരിക്കുന്ന പുരസംരക്ഷകൻ പുരി ആ പഞ്ചാലപുരി കാലകന്യകയാൽ വിഴുങ്ങപ്പെട്ടപ്പോൾ ആ സന്താപം പൂണ്ടു.
അങ്ങനെ അവിടെ ഉള്ള സർവ്വതും യവനന്മാരാൽ കീഴടക്കപ്പെട്ടു. അങ്ങനെ കാവൽക്കാരനായിരിക്കുന്ന സർപ്പത്തെ പ്രജ്വാലൻ പീഡിപ്പിച്ചു. നഗരം കാലകന്യകയുടെ പിടിയിൽ ഒതുങ്ങി. അവിടെയുള്ള സർവ്വതും യവനന്മാരാൽ കീഴടക്കപ്പെട്ടു. കാവൽക്കാരനായിരിക്കുന്ന സർപ്പത്തെ പ്രജ്വാലൻ പീഡിപ്പിച്ചു. ആ സർപ്പവും അത്യന്തം തപിച്ചു. ഇപ്പോൾ ഇവിടെ ആ പുരം കാലകന്യകയാൽ മർദ്ദിക്കപ്പെട്ട പുരത്തിൽ ആ യവനന്മാരാൽ സ്ഥാനങ്ങളെ ഓരോന്നും തടയപ്പെട്ട് ആ പ്രജ്വാലനാൽ ആക്രാന്തനായിട്ട് പുരപാലകൻ ഏറെ ഞെരുങ്ങി. ആ സർപ്പം വളരെ വിഷമിച്ചു എന്നർത്ഥം. കാലകന്യയാൽ മർദ്ദിക്കപ്പെട്ട പുരത്തിൽ യവനന്മാരാൽ സ്ഥാനങ്ങൾ ഓരോന്നും തടയപ്പെട്ട് ആ പ്രജ്വാലനാൽ ആക്രാന്തനായിട്ട് ആ പുരപാലകൻ ഏറെ ഞെരുങ്ങി. അപ്പോൾ ആ കാലപുത്രി പുരിയെ സ്വാധീനത്തിലാക്കി. യവനന്മാർ വാസസ്ഥാനത്തിലുള്ള മാർഗങ്ങളെയെല്ലാം ബന്ധിച്ചു. ആ പ്രജ്വാലൻ ഉപദ്രവിക്കുവാനും തുടങ്ങി. ഇതെല്ലാം ചേർന്ന് വന്നപ്പോൾ ആ രാജധാനിയെ പരിപാലിക്കുന്ന പഞ്ചാനനൻ എന്ന സർപ്പം സ്വന്തപിച്ചു തുടങ്ങി. ആ സർപ്പം പോലും അതിനെ വിഷമിച്ചു തുടങ്ങി ആ സമയത്ത്. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് യവനോപരുദ്ധായതനഃ, ആ യവനന്മാരാൽ ആക്രമിക്കപ്പെട്ട ആ വാസസ്ഥാനം ത്തിൻ്റെ പുരപാലൻ കാലകന്യായ ഗ്രസ്താം പുരിം, ആ കാലകന്യകയാൽ ഗ്രസിക്കപ്പെട്ട ആ പുരിയെ രക്ഷിതും നശേകെ, അതിനെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നർത്ഥം. യവനോപരുദ്ധായതനഃ, യവനന്മാരാൽ ആക്രമിക്കപ്പെട്ട വാസസ്ഥാനത്തോടു കൂടിയ ആ പുരപാലനായിരിക്കുന്ന പഞ്ചാനനൻ എന്ന സർപ്പം കാലകന്യയാ ഗ്രസ്താംപുരിയും, ആ സർപ്പത്തിന് കാലകന്യകയാൽ ഗ്രസിക്കപ്പെട്ട പുരിയെ രക്ഷിതും നശേകെ, രക്ഷിക്കാനായില്ല എന്നാണ് പറഞ്ഞത്. യവനോപരുദ്ധായതനഃ പുരപാലഃ കാലകന്യയാ ഗ്രസ്താം പുരിം രക്ഷിതും നശേകെ, ആ സർപ്പത്തിന്, പഞ്ചാനനൻ എന്ന സർപ്പത്തിന് ആ പുരിയെ രക്ഷിക്കാനായില്ല. അപ്പം അടുത്ത ശ്ലോകം. നശേകേ സോവിതം തത്ര പുരകൃച്ഛോരുവേപധു ഗന്ധുമൈച്ഛത്തതോ വൃക്ഷകോടരാദിവ സാനലാൽ. നശേകേ സോവിതും തത്ര പുരകൃച്ഛോരുവേപധു ഗന്ധുമൈച്ഛത്തതോ വൃക്ഷകോടരാദിവ സാനലാൽ. പുരുകൃച്ഛോരുവേപധു എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ക്ലേശത്താൽ എരിപുരി കൊണ്ടിട്ട്, വർദ്ധിച്ച ക്ലേശത്താൽ എരിപുരി പൂണ്ട ആ സർപ്പം അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പ്രാപ്തനായില്ല. നശേകെ പ്രാപ്തനായില്ല. സാനലാൽ വൃക്ഷകോട, തീ പിടിച്ച മരപ്പത്തിൽ നിന്ന് എന്ന പോലെ തതഹ അവിടെ നിന്ന് വിട്ടുപോകാൻ തന്നെ ഇച്ഛിച്ചു എന്നർത്ഥം. അപ്പോൾ നശേകെ രക്ഷപ്പെടാനായില്ല. എവിടെ നിന്ന്? സോവിത്തും സഹ, ആ പാമ്പിന് ആ വിത്തും രക്ഷപ്പെടുവാനായില്ല. നശേകെ തത്ര പുരുകൃച്ഛോരുവേപധു, ആ വർദ്ധിച്ച ക്ലേശത്താൽ എരിപുരി പൂണ്ട സഹ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ നശേകെ പ്രാപ്തനായില്ല. സാനലാൽ ആ തീപിടിച്ച വൃക്ഷകോടരാൽ ആ മരപ്പൊത്തിൽ നിന്നും എന്ന പോലെ തതഹ അവിടെ നിന്ന് ഗന്ധും വിട്ടുപോകാൻ തന്നെ അത് ഇച്ഛിച്ചു. പതിലത്തെ പദങ്ങൾ പുരുകൃച്ഛോരുവേപധു വർദ്ധിച്ച ക്ലേശത്താൽ എരിപൊരി പൂണ്ട സഹ അവൻ ആ സർപ്പം തത്ര അവിടെ നിന്ന് അവിതും രക്ഷപ്പെടുവാൻ നശേകെ പ്രാപ്തനായില്ല. സാനലാൽ വൃക്ഷകോടരാൽ തീപിടിച്ച മരപ്പത്തിൽ നിന്ന് ഇവ എന്ന പോലെ തതഹ അവിടെ നിന്ന് ഗന്ധും വിട്ടുപോകാൻ തന്നെ ഇച്ഛിച്ചു. ഒന്നുകൂടി പറയാനത്തെ പദങ്ങൾ പുരുകൃച്ഛോരുവേപധു വർദ്ധിച്ച ക്ലേശത്താൽ എരിപുരി പൂണ്ട സഹ അവൻ തത്ര അവിടെ നിന്ന് അവിതും രക്ഷപ്പെടുവാൻ നശേകെ പ്രാപ്തനായില്ല. സാനലാൽ വൃക്ഷകോടരാൽ തീപിടിച്ച മരപ്പത്തിൽ നിന്ന് ഇവ എന്ന പോലെ തതഹ അവിടെ നിന്ന് ഗന്ധും വിട്ടുപോകാൻ തന്നെ ഇച്ഛിച്ചു. അപ്പോൾ അതിലത്തെ അന്വയം പുരുകൃച്ഛോരുവേപധു സഹ
തത്ര അവിതും ന ശേകേ സാനലാൽ വൃക്ഷകോടരാൽ ഇവ തതഃ ഗന്തും ഐച്ഛത്. കൂടി പറയാം. പുരകൃച്ഛോരുവേപധുഃ സഹ തത്ര അവിതും ന ശേകേ സാനലാൽ വൃക്ഷകോടരാൽ ഇവ തതഃ ഗന്തും ഐച്ഛത്. വർദ്ധിച്ച ക്ലേശത്താൽ എരിപുരി പൂണ്ട അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പ്രാപ്തനായില്ല. ആ തീപിടിച്ച മരപ്പൊത്തിൽ നിന്നും എന്ന പോലെ അവിടെ നിന്ന് വിട്ടുപോകാൻ അവൻ ഇച്ഛിച്ചു. അപ്പോൾ കാവൽക്കാരനായിരിക്കുന്ന സർപ്പത്തെ പ്രജ്വാലൻ പീഡിപ്പിച്ചു. ആ സർപ്പവും അത്യന്തം തപിച്ചു. പീഡയാൽ വിറയ്ക്കുന്ന ആ സർപ്പത്തിന് ആ നഗരം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. താൻ തീപിടിച്ച വൃക്ഷത്തിൻ്റെ പൊത്തിൽ കുടുങ്ങിയ അവസ്ഥയിലായി. ഒടുവിൽ അവിടം വിട്ടു പോകുവാൻ തന്നെ തീരുമാനിച്ചു ആ സർപ്പം. അപ്പോൾ അതിക്ലേശത്താൽ വിറയ്ക്കുന്ന ആ പുരപാലകൻ പുരം രക്ഷിക്കാൻ ശക്തനായില്ല. തീപിടിച്ച മരത്തിൻ്റെ പൊത്തിൽ നിന്നും പാമ്പെന്ന പോലെ ആ പുരപാലകൻ അതിൽ നിന്നും വിട്ടുപോകാൻ ആഗ്രഹിച്ചു. അപ്പം അതിലെ ആ വ്യാഖ്യാനം പുര്യാം തതോ ഗന്തുമൈച്ഛത്. അപ്പോൾ കഴിഞ്ഞതിൽ പറഞ്ഞു പ്രജ്വാരോ ഭയനാംനോ ഭ്രാതു പ്രിയചികിത്സയാ താം പുരി ദദാഹ പുര്യാം ദഹ്യമാനായാം സപൗരൈ പുത്രാദി സഹിതഃ പുരഞ്ജനോ ദുഃഖം പ്രാപ യവനോപരുദ്ധായതനഃ പുരപാലഃ കാലകന്യയാ ഗ്രസ്താം പുരീം രക്ഷിതും ന ശേകേ. ആ പുരിയെ രക്ഷിക്കാൻ അവന് പ്രാപ്തമായില്ല. അതുകൊണ്ട് തതോ ഗന്തുമി ഐച്ഛൽ, അതുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപോകാൻ അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. തതോ പുര്യാം ഗന്തു ഐച്ഛത്. ആ പുരിയിൽ നിന്നും പോവാൻ അത് ഇഷ്ടപ്പെട്ടു മാത്രമേ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞുള്ളൂ. അപ്പോൾ അടുത്ത ശ്ലോകം ശിഥിലാവയവോ യർഹി ഗന്ധർവൈഹൃതപൗരുഷഃ യവനൈരരിഭീരാജൻ ഉപരുദ്ധോരുരോധഃ. ശിഥിലാവയവോ യർഹി ഗന്ധർവൈഹൃതപൗരുഷഃ യവനൈരരിഭി രാജൻ ഉപരുദ്ധോരുരോധഃ. അങ്ങനെ ആ രാജാവായിരിക്കുന്ന പ്രാചീന ബർഹിസേ ആ ഗന്ധർവന്മാരാൽ പൗരുഷം എടുക്കപ്പെട്ടവനായിട്ടും അതുപോലെ ശിഥിലമായ അവയവങ്ങളോട് ഛിന്ന ഭിന്നമായ അവയവങ്ങളോട് കൂടിയവനുമായിട്ട് ആ ശത്രുക്കളായിരിക്കുന്ന യവനന്മാരാൽ എപ്പോൾ ആ കഴുത്തിൽ ഞെരുക്കപ്പെടുവാൻ ആയോ അപ്പോൾ ആ പുരഞ്ജനൻ വാവിട്ടു കരഞ്ഞു തുടങ്ങി. കഷ്ടം. ഹേ രാജൻ, അല്ലയോ രാജാവായിരിക്കുന്ന പ്രാചീന ബർഹിസേ, ഗന്ധർവന്മാരാൽ പൗരുഷം കവർന്നെടുക്കപ്പെട്ടവനായിട്ടും ഛിന്ന ഭിന്നമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയവനുമായിരിക്കും. ശിഥിലാവയവോ യർഹി ഗന്ധർവൈഹൃത പൗരുഷ. ആ പൗരുഷം കവർന്നെടുക്കപ്പെട്ടവനും ശിഥിലമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയവുമായിരിക്കുന്ന ആ അരിഭി ശത്രുക്കളായിരിക്കുന്ന യവനന്മാരാൽ എപ്പോൾ ഉപരുദ്ധനായിരിക്കുന്നുവോ, കഴുത്തിൽ ഞെരുക്കപ്പെട്ടുവോ, അപ്പോൾ രുരോധ വാവിട്ടു കരഞ്ഞു. കഷ്ടം എന്ന് പറയുകയാണ്. അപ്പോൾ അതിലത്തെ പദങ്ങൾ ഹേ രാജൻ, അല്ലയോ രാജാവായിരിക്കുന്ന പ്രാചീന ബർഹിസേ, ഗന്ധർവൈഹി ഗന്ധർവന്മാരാൽ പൗരുഷം കവർന്നെടുക്കപ്പെട്ടവനായും ശിഥിലാവയവ ഛിന്ന ഭിന്നമായ അവയവങ്ങളോട് കൂടിയവനുമായി അരിഭിഹി ശത്രുക്കളായിരിക്കുന്ന യവനൈഹി യവനന്മാരാൽ യർഹി എപ്പോൾ ഉപരുദ്ധ കഴുത്തിൽ ഞെരുക്കപ്പെട്ടവനായോ അപ്പോൾ രുരോധ വാവിട്ടു കരഞ്ഞു. കഷ്ടം ആ പുരഞ്ജനൻ. ഹേ രാജൻ, അല്ലയോ രാജാവായ പ്രാചീന ബർഹിസേ, ഗന്ധർവൈഹി ഗന്ധർവന്മാരാൽ പൗരുഷം കവർന്നെടുക്കപ്പെട്ടവനായും ശിഥിലാവയവ ഛിന്ന ഭിന്നമായ അവയവങ്ങളോട് കൂടിയവനും ആയി അരിഭിഹി ശത്രുക്കളായിരിക്കുന്ന യവനൈഹി യവനന്മാരാൽ യർഹി എപ്പോൾ ഉപരുദ്ധ കഴുത്തിൽ ഞെരുക്കപ്പെട്ടവനായോ അപ്പോൾ രുരോധ വാവിട്ടു കരഞ്ഞു. കഷ്ടം. അതിലത്തെ അന്വയം ഹേ രാജൻ ഗന്ധർവൈഹി ഹൃതപൗരുഷ ശിഥിലാവയവ അരിഭിഹി യവനൈഹി യർഹി ഉപരുദ്ധ
രുരോധഃ. ഒന്നുകൂടി പറയാം. ഹേ രാജൻ, ഗന്ധർവൈഃ കൃതപൗരുഷാ ശിഥിലാവയവഃ അരിഭിഃ യവനൈഃ യർഹി ഉപരുദ്ധഃ രുരോധഃ. അല്ലയോ രാജാവായ പ്രാചീന ബർഹിസേ, ഗന്ധർവന്മാരാൽ പൗരുഷം കവർന്ന് എടുക്കപ്പെട്ടവനായും ഛിന്ന ഭിന്നമായ അവയവങ്ങളോട് കൂടിയവനുമായിട്ട് ശത്രുക്കളായ ആ യവനന്മാരാൽ എപ്പോൾ ആ കഴുത്തിൽ ഞെരുക്കപ്പെട്ടവനായോ അപ്പോൾ അദ്ദേഹം വാവിട്ടു കരഞ്ഞുപോയി. അപ്പോൾ ഒടുവിൽ അവിടം വിട്ടു പോകാൻ തീരുമാനിച്ചു. പുരഞ്ജനൻ്റെ അവയവങ്ങൾ ശിഥിലങ്ങളായി. അദ്ദേഹത്തിൻ്റെ പൗരുഷം ഗന്ധർവന്മാരാൽ നശിപ്പിക്കപ്പെട്ടു. ശത്രുക്കളായിരിക്കുന്ന യവനന്മാരുടെ ആക്രമണത്താൽ പീഡിതനായിട്ട് വാവിട്ടു കരഞ്ഞു. അല്ലയോ പ്രാചീന ബർഹിസേ, പുരഞ്ജനൻ്റെ അന്ത്യദശ ഇപ്രകാരം ക്ലേശഭൂയിഷ്ഠമായി പോയത് കഷ്ടം തന്നെ. കേവലം ഭൗതിക സുഖങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചവരുടെ വാർദ്ധക്യാവസ്ഥയാണ് ഇവിടെ ചമൽക്കാര രൂപത്തിൽ വർണ്ണിക്കപ്പെട്ടത്. വാഗ്വിലാസം പോലെ വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രാജൻ ആ ശിഥിലചിത്തനായിരിക്കുന്ന അവൻ ഗന്ധർവന്മാരാൽ പൗരുഷം ഹരിക്കപ്പെട്ട് ശത്രുക്കളായിരിക്കുന്ന യവനന്മാരാൽ കഴുത്തിൽ പിടിക്കപ്പെട്ട് ശ്വാസം വിടാൻ പോലും ശക്തനാകാതെ കരഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാലപുത്രി ആ പുരിയെ സ്വാധീനത്തിലാക്കിക്കൊണ്ട് യവനന്മാർ ആ വാസസ്ഥാനത്തിലുള്ള മാർഗങ്ങളെല്ലാം ബന്ധിച്ച് പ്രജ്വാലൻ ഉപദ്രവിക്കുവാനും തുടങ്ങി. ഇതെല്ലാം ചേർന്ന് വന്നപ്പോൾ രാജധാനിയെ പരിപാലിക്കുന്ന പഞ്ചാനനൻ എന്ന സർപ്പം സന്തപിച്ചു തുടങ്ങി. ആ പുരിയിൽ അതികഷ്ടം അനുഭവിച്ചും സർവാംഗം വിറച്ചുകൊണ്ടും വസിക്കുന്ന ആ കാവൽക്കാരനായിരിക്കുന്ന സർപ്പത്തിന് ആ പുരിയെ രക്ഷിപ്പാൻ സാധിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ തീ പിടിച്ചിരിക്കുന്ന മരത്തിൻ്റെ പൊത്തിൽ വസിക്കുന്ന സർപ്പം എന്ന പോലെ അതിനെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ പുരിയെ വിട്ടുപോകാൻ ആഗ്രഹിച്ചു. ജരാരോഗബാധകളാൽ അതിപീഡിതനായിരിക്കുന്ന പ്രാണൻ ശരീരം വിട്ടു പോവാതെ ഗന്ധർവന്മാരോട് പോരാടിക്കൊണ്ടിരിക്കുന്നവനാകയാൽ അവൻ്റെ ശക്തിയെ മുഴുവനും അപഹരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ശത്രുക്കളായിരിക്കുന്ന യവനന്മാരും വന്ന് അടുത്തപ്പോൾ അവരെ അതിക്രമിച്ചു. പുരി വിട്ട് പുറത്തു പോകുവാൻ കൂടി സമർത്ഥനല്ലാതിരുന്നതിനാൽ ഹേ രാജൻ, ആ പാലകൻ കരഞ്ഞു തുടങ്ങി. കഷ്ടം. ഹേ രാജൻ, ആ പാലകൻ കരഞ്ഞു തുടങ്ങി. ഇന്നത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ശിഥിലാവയവോ രാജ, ആ ശിഥിലമായ അവയവങ്ങളോട് കൂടിയിരിക്കുന്ന ആ രാജാവ് യവനൈഹി രുദ്ധ, യവനന്മാരാൽ ആക്രമിക്കപ്പെട്ട് സൻ ഘുരധ്വനിം ചകാര, അദ്ദേഹം ഉറക്കെ ഘോരമായിട്ട് വാവിട്ട് കരഞ്ഞു എന്നർത്ഥം. അപ്പോൾ ശിഥിലാവയവോ രാജാ യവനൈഹി, ആ ശിഥിലാവയവൻ ആയിരിക്കും ഛിന്ന ഭിന്നമായ ശരീരത്തോടു കൂടിയ ആ പുരഞ്ജനൻ യവനൈഹി രുദ്ധ, യവനന്മാരുടെ ആ രോധത്താൽ സൻ ഘുരഘുരാൻ ധ്വനിം, ഉറക്കെ ആ ആക്രമത്തിൽ സന്തപിച്ചിട്ട് ഉറക്കെ വാവിട്ട് നിലവിളിച്ചു തുടങ്ങി. ഘുരഘുരധ്വനിം ചകാര ശിഥിലാവയവോ രാജായവനൈഹി രുദ്ധ സൻ ഘുരഘുരധ്വനിം ചകാര എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. പുരപാലകനായിരിക്കുന്ന പ്രജാകരൻ സർപ്പമാകയാൽ ആ തീ പിടിച്ച മരപ്പൊത്തിൽ നിന്നും എന്ന പോലെ എന്നല്ലാതെ അവിടെ സർപ്പം എന്ന് പറയാൻ പറ്റില്ല. ആ സർപ്പത്തിൻ്റെ നഗരം തീപിടിച്ച മരപ്പൊത്തായിട്ട് അനുഭവപ്പെട്ടു എന്നാണ് അർത്ഥം. അടുത്ത രണ്ട് ശ്ലോകങ്ങളോട് കൂടിയിട്ടാണ് 16ഉം 17ഉം. ദുഹിതൃഹ് പുത്രപൗത്രാംശ്ച ജാമിജാമാതൃപാർഷദാൻ സ്വത്വാവശിഷ്ടം യത്കിഞ്ചിൽ ഗൃഹകോശ പരിച്ഛദം. എന്നുകൂടി പറയാം. ദുഹിതൃഹ് പുത്രപൗത്രാംശ്ച ജാമിജാമാതൃപാർഷദാൻ സ്വത്വാവശിഷ്ടം യത്കിഞ്ചിൽ ഗൃഹകോശ പരിച്ഛദം അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹീ
ദധ്യൗ പ്രമദയാദീനോ വിപ്രയോഗ ഉപസ്ഥിതേ അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹീ ദധ്യൗ പ്രമദയാദീനോ വിപ്രയോഗ ഉപസ്ഥിതേ. അപ്പോൾ അഹം മമ ഞാൻ എൻ്റേത് എന്ന വിചാരം ഏറ്റെടുത്തിട്ട് പുത്രിമാർ, പുത്രപൗത്രന്മാർ, പാർഷദന്മാർ, പുത്രരുടെ പത്നിമാർ, പുത്രാദികളുടെ പുത്രിമാരുടെ ഭർത്താക്കന്മാർ, ആ പരിവാരങ്ങൾ, ഗൃഹം, ധനസംഭരണം, ഉപകരണങ്ങൾ എന്നിവകളെയും മമതാബന്ധത്തിൽ ബാക്കിയുള്ള ആ പിന്നെയുള്ളതും ഒക്കെ ബുദ്ധിമോശം കൊണ്ട് ഗൃഹസ്ഥകാര്യങ്ങളിൽ ഗൃഹസ്ഥനായി കഴിഞ്ഞ ആ പത്നിയും ആയുള്ള ആ വേർപിരിയൽ ഇതൊക്കെ സമാഗതമായപ്പോൾ ദീനനായിട്ട് ആ പുരഞ്ജനൻ ചിന്തിച്ചു തുടങ്ങി എന്നർത്ഥം. ദുഹിതൃഹ് പുത്രപൗത്രാംശ്ച ജാമിജാമാത്ര മാതൃപാർഷദാൻ എല്ലാവരും തന്നെ വിട്ടുപിരിഞ്ഞപ്പോൾ സ്വത്വാവശിഷ്ടം തൻ്റെ സ്വത്വം പോലും നശിപ്പിക്കപ്പെട്ടവളെ കിഞ്ചിൽ ഗൃഹ പരിച്ഛദം ആ ഗൃഹസ്ഥനായിരിക്കുന്ന ആ പുരഞ്ജനൻ അഹം മമേതി സ്വീകൃത്യ ഞാനേ എൻ്റേത് എന്ന് വിചാരിച്ച് ആ ദുർബുദ്ധിയിൽ ആ ഗൃഹത്തിൽ ആ അഹങ്കാരത്തോടുകൂടി അദ്ദേഹം ദീനനായിട്ട് വിപ്രയോഗ ഉപസ്ഥിതേ ആ വേർപിരിയൽ എന്ന യോഗത്തെ സമാഗതമായപ്പോൾ ദീനനായിട്ട് അതിനെ ചിന്തിച്ചു തുടങ്ങി, ചിന്തിച്ചു തുടങ്ങി. അതാണ് ദുഹിതൃഹ് പുത്രപൗത്രാംശ്ച ജാമിജാമാതൃപാർഷദ സത്സ്വത്വാവശിഷ്ടം യത്കിഞ്ചിത് ഗൃഹകോശ പരിച്ഛദം അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹീ ദധ്യൗ പ്രമദയാദീനോ വിപ്രയോഗ ഉപസ്ഥിതേ. പേർത്ത പദങ്ങൾ അഹം മമ ഞാൻ എൻ്റേത്, ഇതി എന്ന വിചാരം സ്വീകൃത്യ ഏറ്റെടുത്ത്, ദുഹിതൃഹ് പുത്രിമാർ, പുത്രപൗത്രാൻ പൗത്രന്മാർ, ജാമി ജാമാതൃ പാർഷദാൻ പുത്രരുടെ പത്നിമാർ, പുത്രികളുടെ ഭർത്താക്കന്മാർ, പരിവാരങ്ങൾ, ഗൃഹകോശ പരിച്ഛദം ഗൃഹം, ധനസംരംഭണം, ഉപകരണങ്ങൾ എന്നിവകളെയും സ്വത്വാവശിഷ്ടം മമതാബന്ധത്തിൽ ബാക്കിയുള്ള യത് കിഞ്ചിൽ പിന്നെയുള്ളതും, കുമതിഹി ബുദ്ധിമോശം കൊണ്ട്, ഗൃഹേഷു ഗൃഹസ്ഥകാര്യങ്ങളിൽ, ഗൃഹീ ഗൃഹസ്ഥനായി കഴിഞ്ഞ പുരഞ്ജനൻ, പ്രമദയാ പത്നിയുമായുള്ള വിപ്രയോഗേ വേർപിരിയൽ, ഉപസ്ഥിതേ സമാഗതമായപ്പോൾ ദീനഹ ദീനനായിട്ട്, ദധ്യൗ ചിന്തിച്ചു തുടങ്ങി. ഒന്നും കൂടി പറയാം. അഹം മമ ഞാൻ എൻ്റേത്, ഇതി എന്ന വിചാരം സ്വീകൃത്യ ഏറ്റെടുത്ത്, ദുഹിതൃ പുത്രിമാർ, പുത്രപൗത്രന്മാർ, ജാമി ജാമാതൃ പാർഷദാൻ പുത്രരുടെ പത്നിമാർ, പുത്രികളുടെ ഭർത്താക്കന്മാർ, പരിവാരങ്ങൾ, ഗൃഹകോശ പരിച്ഛദം ഗൃഹം, ധനസംഭരണം, ഉപകരണങ്ങൾ എന്നിവകളെയും സ്വത്വാവശിഷ്ടം മമതാബന്ധത്തിൽ ബാക്കിയുള്ളതും, യത് കിഞ്ചിൽ പിന്നെയുള്ളതും, കുമതിഹി ബുദ്ധിമോശം കൊണ്ട്, ഗൃഹേഷു ഗൃഹസ്ഥകാര്യങ്ങളിൽ, ഗൃഹീ ഗൃഹസ്ഥനായി കഴിഞ്ഞ പുരഞ്ജനൻ, പ്രമദയാ പത്നിയും ആയുള്ള വിപ്രയോഗേ വേർപിരിയൽ, ഉപസ്ഥിതേ സമാഗതമായപ്പോൾ ദീനഹ ദീനനായിട്ട്, ദധ്യൗ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് അഹം മമ ഇതി സ്വീകൃത്യ ദുഹിതൃ പുത്രപൗത്രാൻ ജാമിജാമാതൃ പാർഷദാൻ ഗൃഹകോശ പരിച്ഛദം സ്വത്വാവശിഷ്ടം യത് കിഞ്ചിത് കുമതിഹി ഗൃഹേഷു ഗൃഹീ പ്രമദയാ വിപ്രയോഗേ ഉപസ്ഥിതേ ദീനഃ ദധ്യൗ അഹം മമ ഇതി സ്വീകൃത്യ ദുഹിതൃഃ പുത്രപൗത്രാൻ ജാമിജാമാതൃപാർഷദാൻ ഗൃഹകോശപരിച്ഛദം സ്വത്വാവശിഷ്ടം യത് കിഞ്ചിൽ കുമതിഹി ഗൃഹേഷു ഗൃഹീ പുരഞ്ജനഃ പ്രമദയാ വിപ്രയോഗേ ഉപസ്ഥിതേ ദീനഃ ദധ്യൗ ഞാൻ എൻ്റേത് എന്ന വിചാരം സ്വീകരിച്ച് ഏറ്റെടുത്ത് പുത്രിമാർ, പുത്രപൗത്രന്മാർ, പുത്രരുടെ പത്നിമാർ, പുത്രികളുടെ ഭർത്താക്കന്മാർ, പരിവാരങ്ങൾ, ഗൃഹം, ധനസംഭരണം, ഉപകരണങ്ങൾ എന്നിവകളെയും മമതാബന്ധത്തിൽ ബാക്കിയുള്ള പിന്നെയുള്ളതും, ബുദ്ധിമോശം കൊണ്ട് ഗൃഹസ്ഥകാര്യങ്ങളിൽ ഗൃഹസ്ഥനായി കഴിഞ്ഞ ആ പുരഞ്ജനൻ,
പത്നിയുമായുള്ള വേർപിരിയൽ സമാഗതമായപ്പോൾ ദീനനായിട്ട് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ പുത്രിമാർ, പുത്രന്മാർ, പൗത്രന്മാർ, പുത്രഭാര്യമാർ, പുത്രീ ഭർത്താക്കന്മാർ, പരിവാരങ്ങൾ, യവനൻ്റെ ആക്രമണത്തിൽ അവശേഷിച്ച സ്വത്തുക്കൾ, രാജധാനി മുതലായവയെപ്പറ്റി ഞാൻ എൻ്റേത് എന്ന വിചാരത്തോടെ ചിന്തിച്ചു എന്നർത്ഥം. ഗൃഹസ്ഥനും വിവേകശൂന്യനുമായിരിക്കുന്ന പുരഞ്ജനൻ പത്നിയോട് വേർപിരിയാൻ കാലം സമാഗതമായെന്നറിഞ്ഞ് അത്യധികം ചിന്താധീനനായി. വിപ്രയോഗം എന്നതിന് ആന്തരാർത്ഥമുണ്ട്. വിപ്രൻ്റെ യോഗം എന്നർത്ഥം. അടുത്ത ജന്മത്തിൽ തന്നെ രക്ഷിക്കുന്നത് ഒരു ബ്രാഹ്മണനാണ്. അതിനുള്ള അവസരം ആകാംക്ഷയോടെ കാത്തിരുന്നുവെന്ന് ആധ്യാത്മിക പക്ഷത്തിൽ അർത്ഥം. ഒരു ബ്രാഹ്മണനാണ് തന്നെ രക്ഷിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് അതിന് കാത്തിരുന്നു എന്നുള്ളതാണ് വിപ്രയോഗം എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അദൃശ്യനായി ഇപ്പോഴും സമീപത്തുണ്ടെന്നും താൻ ഭൗതിക ആസക്തി കൊണ്ട് ഇത്രയും അധപ്പതിച്ചു എന്നത് കഷ്ടമായെന്നും ചിന്തിച്ചുവെന്നും ആണ് ആ ധ്വനി ഇതിൽ നിന്നും ധ്വനി ലക്ഷണമാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ രാജൻ ആ പുത്രന്മാരെയും പുത്രിമാരെയും പൗത്രന്മാരെയും പുത്രഭാര്യമാരെയും പുത്രീ ഭർത്താക്കന്മാരെയും ഭൃത്യന്മാരെയും ഗൃഹത്തിൽ തൻ്റേതെന്ന് അഭിമാനിക്കാൻ മാത്രം പോന്ന ഗൃഹം, ഭണ്ഡാരം, ഉപകരണങ്ങൾ എന്നിവയെയും ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിച്ച് അത്യാസക്തനായിരിക്കുന്ന അയാൾ പ്രിയ വിയോഗം കൂടി അത്യാസന്നമായപ്പോൾ ദീനനായിട്ട് അവയെ പറ്റിയിട്ട് ചിന്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജന്മം മുതൽ ജരബാധിച്ച കാലം വരെയുള്ള ആ ദിവസാദി കാലാവയവങ്ങൾ കഴിഞ്ഞു പോയിരിക്കയാൽ അവയവങ്ങളെല്ലാം ജീർണിച്ചിരിക്കുന്നു. മരണസമയം അടുത്തപ്പോൾ രോഗാദികളും ബാധിച്ചു. ഇതുവരെ വേണ്ടുന്ന കാര്യങ്ങളിൽ മനസ്സിരുത്താതെ ഇരുന്ന പുരഞ്ജനൻ പുത്രികൾ, പുത്രന്മാർ, പൗത്രന്മാരുടെ ഭാര്യമാർ, പുത്രികളുടെ ഭർത്താക്കന്മാർ, ഭൃത്യന്മാർ, ഭവനം, ഭണ്ഡാരം, ഗൃഹോപകരണങ്ങൾ എന്നിങ്ങനെ അവശേഷിച്ച വസ്തുക്കളിൽ ഞാനെന്നും എൻ്റേതുമെന്നും അഭിമാനിച്ചിരുന്നു. ഇപ്പോൾ അവയെല്ലാം തീരെ വിട്ടുപിരിയേണ്ടതായ ഘട്ടത്തിലെത്തിയപ്പോൾ ഭാര്യയെയും പിരിയണമല്ലോ എന്നുള്ള ചിന്തയിൽ അത്യന്തം ദുഃഖിച്ചുകൊണ്ട് വിചാരിപ്പാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ സഹ സർവമഹം മമേതി സ്വീകൃത്യ, അദ്ദേഹം എല്ലാം ഞാനും എൻ്റേതും എന്ന് സ്വീകരിച്ചിട്ട് എല്ലാറ്റിനെയും പുരീവിയോഗകാലേ, ആ പുരിയെ വിട്ടുപോകുന്ന കാലത്തിൽ സ്ത്രീപുത്രകന്യാദീൻ ദധ്യൗ, സ്ത്രീപുത്രകന്യാദികളെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞു അർത്ഥം. സർവമഹം മമേതി, എല്ലാം ഞാനും എൻ്റേതും ആണെന്ന് സ്വീകരിച്ച് സർവമഹം മമേതി സ്വീകൃത്യ പുരീവിയോഗകാലേ, ആ പുരത്തിൽ നിന്നും ആ വിയോഗം ഉണ്ടായ കാലത്തിങ്കൽ ആ സ്ത്രീപുത്രകന്യാദീൻ, സ്ത്രീപുത്രൻ, പത്നി, പുത്രൻ, കന്യകമാർ തുടങ്ങിയവരെയൊക്കെ പറ്റിയിട്ട് ചിന്തിച്ചു. സ്ത്രീപുത്രകന്യാദീൻ ദധ്യൗ. അപ്പോൾ സർവമഹം മമേതി സ്വീകൃത്യ പുരീവിയോഗകാലേ സ്ത്രീപുത്രകന്യാദീൻ ദധ്യൗ. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.